കർത്താവാം യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ഈ രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഗോൽഗോത്ത മീഡിയയിലൂടെ, ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി അല്പസമയം തിരുവചനം പങ്കിടുവാൻ ദൈവം ഒരു അവസരവും സാവകാശവും നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഫേസ്ബുക്ക് ലൈവിന്റെ അഡ്മിനിയായി പ്രവർത്തിക്കുന്ന, ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നിതീഷ് എബ്രഹാം തന്നോട് കൂടെ ശുശ്രൂഷയിൽ ഇതിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും പ്രത്യേക വന്ദനം ഈ രാത്രിയിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ ദൈവവചന വിചിന്തനത്തിനായി എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രഖ്യാപിച്ചു. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിന്റെ വേദപണ്ഡിതന്മാരുടെ നിഗമനപ്രകാരം പൗലോസിന്റെ ലേഖനമാണ് ഇത് എന്നുള്ളത് ഇതിന്റെ രചനാരീതിയും ഭാഷാശൈലിയും പഴയ നിയമത്തിലെ അറിവുകളെ നിധാനം ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനാലാണ് ഈ ലേഖനം എഴുതപ്പെട്ടത് എന്ന് നാം വിശ്വസിക്കുന്നു. എബ്രായ ലേഖനം എഴുതുന്നത് എബ്രായ വിശ്വാസികൾക്കാണ്. യേശുക്രിസ്തുവിനെ യഹൂദ മതത്തിന്റെ ചട്ടക്കൂടുകളിൽ നിന്ന് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനു വേണ്ടി ജീവിക്കുവാൻ സമർപ്പിതമായ ദൈവമക്കൾക്ക് എഴുതപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു ലേഖനമാണിത്. എബ്രായ ലേഖനം രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, കർത്താവാം യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിവരിക്കുകയും, അടുത്ത ഭാഗം കർത്താവാം യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ സ്വായത്തമാക്കുവാൻ കഴിയും എന്നതിനെക്കുറിച്ചും വളരെ ശക്തമായി നൽകുന്ന വിവരണമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുവാനുള്ള കാരണം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗം 2 വിഷയത്തിൽ നിധാനമായിരുന്നു. 1, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവും 2, വീണ്ടും വരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. കാൽവറിയിലൂടെ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ മനുഷ്യരാശിക്ക് ലഭ്യമായ രക്ഷയും, ആ രക്ഷയിൽ വിശ്വസിക്കുകയും നിത്യജീവന്റെ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യപ്പെടുന്ന ദൈവമക്കളെ വീണ്ടും ചേർക്കുവാൻ കർത്താവ് വരും എന്ന് അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിൽ അവർക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ശക്തവും യുക്തവുമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ആ കാലത്തെ ദൈവമക്കൾ വിശ്വസിച്ചു. ആ കാലത്തിൽ തന്നെ കർത്താവ് വീണ്ടും വരും എന്ന് അവരാഴമായി വിശ്വസിച്ചു. എന്നാൽ കാലങ്ങൾ മുന്നോട്ടു പോയിട്ടും കർത്താവ് വരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ, കർത്താവ് വരുന്നില്ല എന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ, അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് അവർ വിട്ടേച്ചു പോന്ന മതത്തിന്റെ ചട്ടക്കൂടുകളും ചിന്തകളും ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവരുടെ പിന്നിൽ അവർ പിന്തള്ളപ്പെട്ട, അവർ വിട്ടേച്ചു പോന്ന വസ്തുതകളെയും ക്രിസ്തീയ വിശ്വാസത്തെയും കുറിച്ച് അവര് കമ്പയർ ചെയ്യുവാൻ തുടങ്ങി. ഒരു താരതമ്യ പഠനത്തിന് വിധേയമാക്കി. ആ താരതമ്യ പഠനത്തിന് വിധേയമാക്കപ്പെടുമ്പോൾ കർത്താവാം യേശുക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന ചിന്താധാരകൾ അവരുടെ അകത്തളങ്ങളിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മ നിയോഗിതനായി അപ്പോസ്തലനായ പൗലോസ്
അവർക്ക് എഴുതപ്പെടുന്ന അനുഗ്രഹീതമായ ലേഖനമാണ് ഈ ലേഖനം. അവര് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ചിന്തിച്ചത്, ഏതാണ് നല്ലതെന്ന് ചിന്തിച്ചത്, അതിനേക്കാൾ ശ്രേഷ്ഠവും നല്ലതും മാന്യവുമായ ഒന്നാണ് താൻ വിശ്വസിക്കുന്ന കർത്താവാം യേശു ക്രിസ്തു എന്ന് അവിടെ വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. 1 മുതൽ 10 വരെ ഉള്ള അധ്യായങ്ങളിലൂടെ നാം പഠിച്ചു വരുമ്പോൾ യേശു ക്രിസ്തു ശ്രേഷ്ഠനായ ദൈവമാണ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. നോക്കൂ, അവർ പഴയ ആചാരാനുഷ്ഠാനങ്ങളുമായി ക്രിസ്തുവിശ്വാസത്തെ താരതമ്യം ചെയ്തപ്പോൾ ക്രിസ്തുവിശ്വാസത്തിൽ പുരോഹിതന്മാരില്ല എന്ന് പറഞ്ഞാൽ പുരോഹിത ക്രമപ്രകാരമുള്ള വലിയ കുപ്പായമിട്ട് അരക്കെട്ടിട്ട് ഏഫോദ് ധരിച്ച പുരോഹിത വർഗങ്ങളില്ല. അതുപോലെ തന്നെ മനോഹരമായ ആലയമില്ല, ആചാരാനുഷ്ഠാനങ്ങളില്ല. അപ്പോൾ ഏറ്റവും ഇതിനേക്കാൾ ശ്രേഷ്ഠം അത് തന്നെ എന്ന് അവർ വിശ്വസിച്ചപ്പോൾ 1-ാം അധ്യായം തുടങ്ങി അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു, യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, യേശു മോശയേക്കാൾ ശ്രേഷ്ഠനാണ്, യേശു യോശുവേക്കാൾ ശ്രേഷ്ഠനാണ്, യേശു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, യേശു യാഗത്തെക്കാൾ ശ്രേഷ്ഠനാണ്, യേശു ആചാര കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ്. ഓരോ അധ്യായങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വരുന്ന ചില ചിന്താധാരകൾ ഇതിനേക്കാൾ ശ്രേഷ്ഠമായതും ഇതിനേക്കാൾ വലിയതും ഇതെന്ന് ചിന്തിക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ പ്രശ്നത്തിനപ്പുറം, നിന്റെ പ്രതികൂലങ്ങൾക്കപ്പുറം, നീ ചിന്തിക്കുന്നതിലപ്പുറം നീ ആരാധിക്കുന്ന, നീ സേവിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന ദൈവം ശ്രേഷ്ഠനാണ്. അവനോട് തുല്യം ചൊല്ലുവാൻ ആരുമില്ല, അവനോട് തുല്യം ചൊല്ലുവാൻ ഈ ലോകത്തിൽ ആരുമില്ല എന്ന കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഒന്നും കൂടെ വ്യക്തമാക്കട്ടെ, എല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ ശ്രേഷ്ഠനായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ, ആ കർത്താവിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കപ്പെടണമെങ്കിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ചാലകമാണ് 11-ാം അധ്യായം തുടങ്ങി അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു. 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം നിങ്ങൾക്കറിയാം. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക മണ്ഡലങ്ങളിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരണമെങ്കിൽ, അത് സ്വായത്തമാക്കണമെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കപ്പെടുകയാണ്. 11-ന്റെ 1 മുതലുള്ള ആ അധ്യായത്തിൽ മുഴുവൻ വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് വിവരിച്ചിരിക്കുന്നത്. ഓരോ വാക്യങ്ങളും ഓരോ അധ്യായങ്ങൾക്ക് തത്തുല്യമാണ്. അവർ നേടിയെടുത്തതെല്ലാം വിശ്വാസത്താലാണ് എന്ന് വ്യക്തമാക്കുകയാണ്. വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ എരിഹോ മതിലിനെ അവർ തകർത്തു, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു. അന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ഓരോ ദൈവീക പ്രവൃത്തിയും അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരുവാനിടയായി. യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി, അവന്റെ അത്ഭുതത്തിന്റെ കരം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ കോവിഡ് കാലത്തും നമ്മുടെ ജീവിത മേഖലകളിൽ ഒത്തിരി നിരാശയുടെ, ഒത്തിരി പ്രതിസന്ധികളിലൂടെ, ഒത്തിരി ആശങ്കകളിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യപ്പെടുമ്പോഴും നമുക്ക് ക്രിസ്തുവിന്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ മുൻപിൽ അതിനെ ചാടിക്കടക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയപ്പെടുകയാണ്. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ 5-ാം വാക്യത്തിലാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരപ്പെടേണ്ടത്. അവിടെ പറയപ്പെടുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവത്തിന് പ്രസാദകരമായി ചെയ്തതുകൊണ്ട് അവൻ എടുക്കപ്പെടും
മുൻപ് തന്നെ അവൻ സാക്ഷ്യമുള്ളവൻ ആയി തീർന്നു എന്ന് അവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. ഹാനോക്കിനെ കുറിച്ച് ഈ ഭാഗം നമ്മൾ പഠിക്കപ്പെടുമ്പോൾ ഹാനോക്കിനെ കുറിച്ച് വ്യക്തമായി പറയപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ്. 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ആ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവിടെ പറയുന്ന പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഇവിടെ എബ്രായ ലേഖകൻ ഹാനോക്കിനെ ഒരു വിശ്വാസ വീരൻ എന്ന നിലയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. എന്നാൽ ഹാനോക്കിനെ കുറിച്ച് ഒരു പരാമർശം കൂടെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് യൂദയുടെ ലേഖനം 14-ാം വാക്യമാണ്. ഇങ്ങനെയാണ് ആ വാക്യം വായിക്കുന്നത്: ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് പറഞ്ഞത്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്യുന്ന വിരുദ്ധമായ സകല പ്രവൃത്തികളെയും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിക്കുന്നു. ശ്രദ്ധിക്കണം, ഇവിടെ യൂദ പറയപ്പെടുന്നത് ഹാനോക്ക് ഒരു പ്രവാചകനായിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്ന് അവൻ കാണാതായി. ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നു ഹാനോക്ക് ഒരു വിശ്വാസ വീരനാണ്. യൂദയുടെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു ഹാനോക്ക് ഒരു പ്രവാചകനാണ്. ഞാൻ ആ വാക്യത്തിലേക്ക് കണക്ട് ചെയ്തു വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ഇവിടെ ആ ഉൽപ്പത്തി പുസ്തകം അത് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നു ഹാനോക്ക് ദൈവത്തിന് പ്രസാദകരമായി ചെയ്തു. ഇവിടെ ശരിയായ വേർഷൻ എന്ന് പറയപ്പെടുന്നത് ഒരക്ഷരീകമായി ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളതല്ല. ഞാനും എന്റെ സ്നേഹിതനും നടക്കുന്നത് പോലെ ഈ ഭൂമിയിൽ അക്ഷരീകമായി ഹാനോക്കും ദൈവവും കരം പിടിച്ചു നടന്നു എന്നുള്ളതല്ല. ഹാനോക്ക് തന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ദൈവീക പ്രസാദകരമായി ചെയ്തു എന്നുള്ളതാണ്. സെപ്റ്റുവജിന്റ് ഭാഷാന്തരങ്ങളിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്: ഹാനോക്ക് ദൈവത്തിന് പ്രസാദമായത് ചെയ്തു നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക പ്രസാദം നൽകുവാൻ കഴിയുകയുള്ളൂ. ഈ കോവിഡ് കാലത്തും നമ്മുടെ ജീവിത യാത്രയിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാണോ എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തോടുകൂടെ നടക്കുന്നുണ്ടോ? ദൈവത്തോടുകൂടിയാണോ നമ്മുടെ സഹവാസം? ദൈവത്തോടുകൂടിയാണോ നാം നടക്കപ്പെടുന്നത്? നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, നമ്മുടെ സഭാ ജീവിതം, ഇതെല്ലാം ദൈവത്തോടു കൂടെയാണോ എന്ന് ഇന്ന് രാത്രിയിൽ ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരു അവലോകനം ചെയ്യണമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആലയങ്ങളില്ല. ആലയങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് നമുക്ക് പോകുവാൻ സാധ്യമല്ല. ആരാധനാലയങ്ങൾ തുറക്കപ്പെട്ടിട്ടില്ല. ദൈവദാസന്മാർ ദൈവമക്കളെ സന്ദർശിക്കപ്പെടുന്നില്ല. കുടുംബ പ്രാർത്ഥനകൾ നടക്കപ്പെടുന്നില്ല. ശ്രദ്ധിക്കപ്പെടുക, ഈ സമയത്തും നമ്മളോട് ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്ന ചോദ്യം ദൈവത്തോടുകൂടെ ഞാനും നിങ്ങളും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദകരമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദകരമായി നമുക്ക് ഈ കാലഘട്ടത്തിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തോടുകൂടെ നടക്കുന്നുണ്ടെങ്കിൽ, ഏത് വൈതരണികളുടെ മുൻപിലും നമുക്ക് ജയം നൽകുവാൻ ദൈവം മതിയായവനാണ്. അവന്റെ കരം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അവന്റെ പാത നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അവന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ വേണ്ടി കഴിയും. അവന്റെ ആശ്ലേഷം നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടി കഴിയും. നമ്മുടെ ദുഃഖങ്ങളിലും, നമ്മുടെ പ്രയാസങ്ങളിലും, നമ്മുടെ വേദനകളിലും, നമ്മുടെ നിരാശകളിലും, നമ്മുടെ ആശയറ്റ നമ്മുടെ മണ്ഡലങ്ങളിലും, നമ്മുടെ തടസ്സങ്ങളുടെ മേഖലകളിലും നമുക്ക് അവന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടി കഴിയും. അവന്റെ ഇമ്പമേറിയ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അവന്റെ ഗൈഡൻസ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. നമ്മെ സ്വാന്തനപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ വേണ്ടി കഴിയും. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട്
ആത്മനിയോഗത്തോടെ ചോദിക്കപ്പെടുകയാണ്, ഈ രാത്രിയിലും നാം ദൈവത്തോടുകൂടെ നടക്കുന്നവരാണോ എന്നുള്ളതാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നീ ഒരനർത്ഥം ഭയപ്പെടുകയില്ല എന്ന തിരുവചനം നമ്മൾ ഓർക്കപ്പെടണം. എന്തുകൊണ്ട്? കൂരിരുൾ താഴ്വരയിൽ കൂടെ നീ നടക്കപ്പെടുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുകയാണ്. ഞാനും നിങ്ങളും നടക്കുന്നത് കൂരിൽ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും നമ്മൾ നടക്കുന്നത് ദൈവത്തോടു കൂടെയാണ്. ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ടാണ്, അവന്റെ പ്രസാദത്തിന്റെ വലയത്തിനകത്താണ്. ഈ കോവിഡ് കാലത്തും ദൈവമക്കളെ, നമുക്ക് ദൈവത്തോടുകൂടെ നടക്കുവാൻ ഈ രാത്രി ഞാനും നിങ്ങളും തയ്യാറാകണം. ഈ രാത്രി ആ സാന്നിധ്യം നാം തിരിച്ചറിയപ്പെടണം. ഈ രാത്രി അവൻ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഞാനും നിങ്ങളും കർത്താവിനോടുകൂടെയാണ് നടക്കുന്നത് എന്ന ബോധ്യവും നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകപ്പെടേണ്ട പ്രധാനമായ 4 കാര്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരാളോടുകൂടെ നടക്കണമെങ്കിൽ, അക്ഷരീകമായി എന്നോടുകൂടെ എൻ്റെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരാൾ കൂടെ നടക്കണമെങ്കിൽ 4 പ്രധാന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ അവസാനം വരെ, ആ യാത്രയുടെ അവസാനം വരെ നടക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ കാഹളനാദം കേൾക്കുന്നത് വരെ നാം ദൈവത്തോടുകൂടെ നടക്കപ്പെടണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട 4 പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1, ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ കൂട്ടായ്മയുടെ ബന്ധം നമുക്ക് അനിവാര്യമാണ്. ഫെലോഷിപ്പ് നമുക്ക് അനിവാര്യമാണ്. എന്താ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായ ഭാഷാ പ്രയോഗം തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ. പങ്കിടുക എന്നുള്ളതാണ് കൂട്ടായ്മയുടെ ഒരു അർത്ഥവ്യാപ്തി. പങ്കിടുക. അടുത്തത് പങ്കുചേരുക എന്നുള്ളതാണ് കൂട്ടായ്മയുടെ വളരെ ലളിതമായ പദം എന്നുള്ളത് നാം മനസ്സിലാക്കപ്പെടണം. പങ്കിടുവാൻ കഴിയപ്പെടുന്നവരായി മാറണം. ഒരു കൂട്ടായ്മയുടെ ബന്ധമുണ്ടാകണം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, ആകിയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്നാണ് നമ്മെ ഉപദേശിക്കപ്പെടുന്നത്. നാം കർത്താവുമായി ഒന്ന് പങ്കിടുന്നവരായി മാറണം. കർത്താവുമായി പങ്കുചേരുന്നവരായി മാറപ്പെടണം. നമ്മുടെ ഒരു അക്ഷരീകമായ ഒരു കൂട്ടായ്മ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇല്ല. നമ്മൾ ചർച്ചിൽ പോകുന്നത് വേറെന്തെങ്കിലും ഒന്ന് കാണുവാൻ വേണ്ടിയല്ല. നമ്മൾ ചർച്ചിൽ ചെല്ലുന്നത് കൊണ്ട് നമുക്ക് ദൈവപ്രസാദം ലഭ്യമാകുന്നത് കൊണ്ടല്ല. നമ്മൾ ചർച്ചിലേക്ക് ചെല്ലുന്നത്, നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ അർത്ഥം നമുക്ക് ലഭിക്കുന്ന കൂട്ടായ്മയുടെ ബന്ധമാണ്. സഹോദരങ്ങൾ തമ്മിൽ കാണുകയും കൈകൊടുക്കുകയും ആശ്ലേഷം ചെയ്യുകയും പരസ്പരം ദുഃഖങ്ങൾ കൈമാറുകയും അന്യോന്യം പ്രാർത്ഥിക്കുകയും അന്യോന്യം ചേർന്ന് പാടുകയും ദൈവവചനം കേൾക്കുകയും ഒക്കെ ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് രൂപം കൊള്ളുന്ന കൂട്ടായ്മയുടെ ബന്ധമാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മെ ബലപ്പെടുത്തുന്നത്. കാലം നമ്മെ അത് അനുവദിക്കപ്പെടാതെ വരുമ്പോൾ ഈ കൂട്ടായ്മയുടെ അക്ഷരീകമായി നമുക്ക് ലഭിക്കപ്പെടുന്ന കൂട്ടായ്മയുടെ ബന്ധം അടഞ്ഞുകിടക്കുമ്പോൾ ഇന്ന് രാത്രി ചോദിക്കട്ടെ, അടയരുത് ഒരു കാര്യം. ഏത് കാര്യം? ദൈവവുമായുള്ള കൂട്ടായ്മയുടെ ബന്ധം. ദൈവമായുള്ള കൂട്ടായ്മയുടെ ബന്ധം പുലർത്തുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും തടസ്സം ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു കോവിഡിനും അതിന് തടസ്സം ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു വ്യാപനത്തിനും അതിന് തടസ്സം ചെയ്യുവാൻ കഴിയുകയില്ല. നിനക്കും എനിക്കും ദൈവവുമായുള്ള കൂട്ടായ്മയുടെ ബന്ധം നമ്മൾ പുലർത്തപ്പെടേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, നമുക്ക് കർത്താവുമായി പങ്കിടുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആരാധനയിൽ പോകുന്നില്ല, നമ്മുടെ സഭായോഗം നമുക്കില്ല, നമുക്ക് കൂടിവരവുകളില്ല, നമുക്ക് കുടുംബ പ്രാർത്ഥനകളില്ല, ബൈബിൾ സ്റ്റഡീസ് ക്ലാസ് കൂട്ടായ്മയുടെ ബന്ധമില്ല. എന്നാൽ പറയട്ടെ, ഇതൊന്നും ഇല്ലാതെ വരുമ്പോഴും നമ്മുടെ മനസ്സുകളിലേക്ക് ഈ ചിന്തകൾ വരട്ടെ. നമ്മളൊരു സ്വയ പരിശോധനയിൽ ഇന്ന് രാത്രി നമ്മളൊന്ന് ഏർപ്പെട്ടു നോക്കൂ. നാം ദൈവം
ദൈവമായുള്ള കൂട്ടായ്മയുടെ ബന്ധം ഇന്നും നമുക്ക് പുലർത്തുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ വിഷമങ്ങളെ ദൈവത്തോട് പങ്കിടുവാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ ആശങ്കകളും നമ്മുടെ പ്രതീക്ഷകളും ദൈവത്തോട് പങ്കിടുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി ഞാനും നിങ്ങളും ചിന്തിക്കപ്പെടണം. പലതും നമുക്ക് ആശങ്കകളാണ്. നമ്മുടെ പ്രതീക്ഷകൾ കൈവിട്ടുപോയോ എന്ന ചിന്തകൾ നമുക്കുണ്ടാകാം. നമ്മുടെ മുൻപിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാം. പലരോടും നമുക്ക് പങ്കിടുവാൻ കഴിയുന്നില്ല. ചിലർക്ക് നമുക്ക് ചെന്ന് ചേരുവാൻ കഴിയുന്നില്ല. നമ്മുടെ ഹൃദയങ്ങൾ പങ്കിടുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ പങ്കിടുവാൻ കഴിയുന്ന ഒരിടമാണ് അത്. ദൈവത്തിന്റെ സന്നിധിയിലാണ്, ദൈവത്തോടാണ്. നീ പറയൂ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളോട് പറയട്ടെ, ദൈവത്തോട് നിന്റെ ദുഃഖം പങ്കിടാം, നിന്റെ തെറ്റ് പങ്കിടാം, നിന്റെ ആശങ്ക പങ്കിടാം, നിന്റെ നിരാശ പങ്കിടാം. എല്ലാം നിന്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യവും പങ്കിടുവാൻ, ഹൃദയം പങ്ക് കൊടുക്കുവാൻ, പങ്കുചേരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെന്ന കാര്യം ഞാനും നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ കയ്യിൽ ഒരു തെറ്റ് സംഭവിക്കപ്പെട്ടാൽ, നമ്മുടെ കയ്യിൽ ഒരു അപരാധം സംഭവിക്കപ്പെട്ടാൽ, അല്ല നമ്മുടെ കയ്യിൽ ഒരു വീഴ്ച സംഭവിക്കപ്പെട്ടാൽ അതും ദൈവത്തോട് പങ്കിടുവാൻ, നമ്മുടെ ആത്മീക മണ്ഡലം ശോഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും പങ്കിടുവാൻ, നമുക്ക് വേണ്ട കരുത്ത് ലഭ്യമാകേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളെ നിരാശയുടെ വക്കിലാണെങ്കിൽ, ആശങ്കകളാണെങ്കിൽ അതും പങ്കിടുവാൻ ഇന്ന് രാത്രി ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ മാത്രമേ ദൈവീകമായ ബന്ധത്തിൽ നമുക്ക് നടക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. ദൈവമായി ഒരു കാര്യം നമുക്ക് പങ്കിടുവാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവവുമായി ഒരു കാര്യം നമുക്ക് ബന്ധം പുലർത്താൻ കഴിയുന്നെങ്കിൽ, ദൈവമായി നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊരു കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ല. ദൈവവുമായി നമുക്ക് നടക്കുവാൻ കഴിയുകയില്ല. ദൈവിക പ്രസാദം നേടുവാൻ നമുക്ക് കഴിയുകയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടകരമായ ഒരു നിലയിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഏത് പ്രതിസന്ധികളിലും നമുക്ക് പങ്കിടാൻ ഒരുവനുണ്ട്. അത് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമാണ്. നമ്മുടെ നൊമ്പരങ്ങളെ ഒപ്പിയെടുക്കുന്ന, നമ്മുടെ പ്രയാസങ്ങളെ അതുപോലെ ഉൾക്കൊള്ളുന്ന, നമ്മുടെ വേദനകളെ അതുപോലെ മനസ്സിലാക്കപ്പെടുന്ന, നമ്മുടെ ആശങ്കകളെ അതുപോലെ തിരിച്ചറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ കോവിഡ് കാലത്തും ഉണ്ടെന്ന കാര്യം മറന്നു പോകരുത്. അവനുമായി ബന്ധം പുലർത്തുവാൻ, അവനുമായി നടക്കുവാൻ, അവനുമായി കൂട്ടായ്മയുടെ ബന്ധം പുലർത്തുവാൻ ഒരു ദൈവമക്കളും മറന്നു പോകരുത്. അവനുമായി നാം നമ്മുടെ ഹൃദയങ്ങളെ പങ്കിടേണ്ടത് അനിവാര്യമാണ്. ജീവിതം തുടങ്ങുമ്പോൾ, പ്രഭാതം എഴുന്നേൽക്കപ്പെടുമ്പോൾ, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ പോകുമ്പോൾ, നാം വീണ്ടും തിരികെ ഭവനങ്ങളിൽ വരുമ്പോൾ, നാം തിരികെ ഭവനത്തിലായിരിക്കപ്പെടുമ്പോൾ, നാം രാത്രിയിൽ യാമങ്ങളിൽ കിടപ്പറയിലേക്ക് ചെല്ലപ്പെടുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഹൃദയം തമ്പുരാനുമായി പങ്കിടുവാൻ ഈ രാത്രി ഞാനും നിങ്ങളും തയ്യാറാകണം. അപ്പോൾ ദൈവത്തോടുകൂടെ ഒരാൾക്ക് നടക്കപ്പെടണമെങ്കിൽ ദൈവവുമായുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധം അനിവാര്യമാണ്. ഹൃദയത്തിൽ ഒരു പങ്കിടൽ അനിവാര്യമാണ്. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് ഈ രാത്രിയിൽ ഞാനും നിങ്ങൾ ഓർക്കണം. നിന്റെ വിദ്യാഭ്യാസ യുവാക്കന്മാർ എന്നെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസം വേറൊരു മേഖലകളിൽ നിൽക്കുന്നുണ്ട്, ആശങ്ക അറ്റാണ് നീ നിൽക്കപ്പെടുന്നെങ്കിൽ, നീ ചില പ്രതീക്ഷകളോടെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നീ ആഗ്രഹിച്ചു, അത് നടക്കാതെ നീ ഭാരപ്പെടപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ പറയട്ടെ, അവനുമായി നിന്റെ സങ്കടങ്ങളെ പങ്കുവെക്കുവാൻ, നിന്റെ ഹൃദയം അവനുമായി പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ മുൻപിൽ നീ കഴിയുമെങ്കിൽ അതിന് പോംവഴി തരുവാൻ ദൈവം മതിയായവനാണ്. നിന്നെ കൈപിടിച്ചടുത്ത മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ മതിയായവനാണ്. യോർദാനെ വിഭജിച്ചുകൊണ്ട് നിന്നെ അക്കരെ കടത്തുവാൻ അവൻ മതിയായവനാണ്. ചെങ്കടലിനെ വിഭജിച്ചുകൊണ്ട് നിന്നെ അക്കരെ കടത്തുവാൻ മതിയായവനാണ്. നീ നിരാശപ്പെടുന്ന തീർന്നു, ഇനി അസാധ്യമെന്ന് പറയുന്ന മണ്ഡലങ്ങളിലും നിന്റെ ഹൃദയം തമ്പുരാനുമായി ഒരു കൂട്ടായ്മയുടെ ബന്ധം പുലർത്തുന്നെങ്കിൽ അവൻ നിന്നെ കൈവിടില്ല കേട്ടോ. നിനക്ക് വേണ്ടി പുതുവഴികളെ തുറന്നു വന്ന് നിന്നെ കൈപിടിച്ച് നിന്നെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ദൈവമാണെന്ന കാര്യം മറന്നു പോകരുത്. നിങ്ങളും അതിനു മുൻപിൽ മനസ്സിലാക്കപ്പെടണം, ഞാൻ എന്റെ ദൈവവുമായി ഒരു കൂട്ടായ്മയുടെ ബന്ധം ഇന്നും ഞാൻ പുലർത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തോടുകൂടെ നടക്കപ്പെടണമെങ്കിൽ നാം കൂട്ടായ്മയുടെ ബന്ധം നമുക്ക് അനിവാര്യമാണ്.
അപ്പോൾ ദൈവത്തോട് നടക്കണമെങ്കിൽ ഒന്ന്, കൂട്ടായ്മ ഉണ്ടാകണം. ഇനി അടുത്ത് ദൈവത്തോടുകൂടെ ഒരാൾക്ക് നടക്കപ്പെടണമെങ്കിൽ രണ്ടാമത് ഉണ്ടാകേണ്ടത് യൂണിറ്റിയാണ്, ഐക്യത ഉണ്ടാകണം. എന്താണ് ഐക്യത? ഹൃദയങ്ങൾ തമ്മിലുള്ള പങ്കുചേരലാണ്, ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഐക്യത എന്ന് പറയപ്പെടുന്നത്. ഒരുമിച്ച് ഞാൻ പറയട്ടെ, ഞാൻ ഒരു യാത്ര ചെയ്യുമ്പോൾ ദീർഘദൂരം, ഞാൻ 7-8 മണിക്കൂറൊക്കെ എന്റെ വാഹനത്തിൽ ഞാൻ യാത്ര, എന്റെ കൂടെ ഒരാളെ ഞാൻ കൊണ്ടുപോകും. എന്റെ കൂടെ എന്തിനു ചോദിച്ചാൽ സംസാരിക്കുവാനും ആ യാത്രയിൽ ആ ക്ലേശങ്ങൾ അറിയാതെ സംസാരിച്ച് ഷെയർ ചെയ്തൊക്കെ പോകുവാനും വേണ്ടി കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന ഒരാൾ നമ്മുടെ ഹൃദയാടുപ്പമുള്ള ഒരാളായിരിക്കും. ഹൃദയവുമായി ചേരാത്ത ഒരാളെ നമ്മുടെ ലോങ് ജേണിക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകുവാൻ നമ്മൾ തയ്യാറായില്ല. അത് എത്ര വലിയ ആളാണെങ്കിലും, എത്ര ചെറിയ ആളാണെങ്കിലും, എത്ര വിദ്യാസമ്പന്നരായാണെങ്കിലും, എത്ര വിദ്യാസമ്പന്നനല്ലെങ്കിലും, എത്ര ക്വാളിറ്റി ഉള്ളവനാണ്, എത്ര ക്വാളിറ്റി ഇല്ലാത്തവനാണെങ്കിലും, നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുപ്പമില്ലാത്തവരുമായി ഒരു 5-10 മിനിറ്റോ നമുക്ക് സംസാരിക്കാം, ബന്ധം പുലർത്താം. ഒരു ലോങ് ആയി ഒരു ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല. കാരണം എന്താണെന്നറിയാമോ? ഹൃദയാടുപ്പമില്ല. ഹൃദയാടുപ്പമുണ്ടെങ്കിൽ മാത്രമേ കൂടെ യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ, കൂടെ നടക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവവുമായി നമുക്ക് നടക്കണമെങ്കിൽ, ദൈവം നിന്നോടുകൂടെ നടക്കണമെങ്കിൽ, ദൈവത്തോടുകൂടെ നീ നടക്കണമെങ്കിൽ, ഞാനും നിങ്ങളും നടക്കപ്പെടണമെങ്കിൽ, ദൈവം നമ്മളോടുകൂടെ നടക്കപ്പെടണമെങ്കിൽ ഹൃദയാടുപ്പം നമുക്കുണ്ടാകണം. ഹൃദയങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രവചനവാക്യമുണ്ട്. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. അവൾ എന്നവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഇസ്രായേലിനെയാണ്. പണത്തിന്റെ മട്ടുപ്പാവിൽ, ഉന്നതിയുടെ മട്ടുപ്പാവിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ അതിൽ ദൈവത്തിനോട് ഇടപെടുവാൻ, ദൈവവുമായി സംസാരിപ്പാൻ, ദൈവവുമായി കൂട്ടായ്മയുടെ ബന്ധം പുലർത്തുവാൻ അതിൽ നിന്നുകൊണ്ട് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, അത് അസാധ്യമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മരുഭൂമിയിലേക്ക്, പ്രതിസന്ധികളുടെ മേഖലകളിലേക്ക് കൊണ്ടുപോയി അവിടെ പറയുന്നത് അവളെ കൊല്ലുവാനല്ല, നശിപ്പിക്കുവാനല്ല, പിന്നെയോ അവളോട് ഹൃദയംഗമായി സംസാരിപ്പാൻ. എന്താണ് ഹൃദയംഗമായി സംസാരിക്കുക? ഹൃദയങ്ങൾ തമ്മിൽ പങ്കിടുക എന്നുള്ളതാണ്. ഹൃദയാടുപ്പമാണ് നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയപ്പെടുന്നത്. ഒരാൾക്കൊരാളുമായി ചേർന്ന് നടക്കണമെങ്കിൽ ഹൃദയാടുപ്പം ഉണ്ടാകണം. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നടന്നെന്ന് വരാം, എന്നാൽ ഒരു 5 മണിക്കൂറോ 10 മണിക്കൂറോ ഒക്കെ ഹൃദയാടുപ്പമില്ലാത്ത ഒരു വ്യക്തിയുമായി നടക്കുവാൻ നമുക്ക് സാധ്യമല്ല. ആ സന്തോഷത്തോടെ നടക്കുവാൻ സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തമ്മിൽ അടുപ്പമില്ല. ഇന്ന് ഈ കോവിഡ് കാലത്തും ദൈവമക്കളോട് പരിശുദ്ധാത്മ നിയോഗത്തോട് പറയട്ടെ, നിനക്ക് ദൈവവുമായി ഒരു ഹൃദയാടുപ്പമുണ്ടോ എന്നൊരു പരിശോധന ചെയ്യപ്പെടണം. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയകൾ പലരും ഉപയോഗിക്കപ്പെടുന്നവരാണ്. ഒത്തിരി മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളിൽ നമ്മൾ ബിസിയാണ്, പല മേഖലകളിൽ നമ്മൾ കയറി ഇറങ്ങുന്നവരാണ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, അതിന്റെ ഇടയിലെല്ലാം തമ്പുരാൻ ഇന്ന് രാത്രി നമ്മളോട് ചോദിക്കുന്നു, ദൈവവുമായി നമുക്കൊരു ഹൃദയാടുപ്പമുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് പാടുവാൻ കഴിഞ്ഞെന്ന് വരാം, ചിലപ്പോൾ പ്രസംഗിക്കാൻ കഴിഞ്ഞെന്ന് വരാം, ചിലപ്പോൾ വലിയ പ്രവൃത്തി ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ അതിലൊക്കെ ഉപരി ദീർഘമായി ദൈവവുമായുള്ള അഭേദ്യ ബന്ധം പുലർത്തിക്കൊണ്ടുപോകുവാൻ, ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കുവാൻ, ദൈവം നിന്റെ കരം പിടിച്ച് നടക്കപ്പെടുവാൻ കഴിയണമെങ്കിൽ ഹൃദയാടുപ്പം നമുക്കുണ്ടാകണം. ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയപ്പെടണം. ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ കോവിഡ് കാലത്തും പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയട്ടെ, ആരാധനാലയങ്ങൾ അടഞ്ഞുകിടക്കുന്ന മേഖലകളിൽ, കൂട്ടായ്മകൾ, മാനുഷിക ബന്ധത്തിലുള്ള കൂട്ടായ്മകൾ അടഞ്ഞുകിടക്കുന്ന ഈ മേഖലകളിൽ മനുഷ്യനുമായി ഉപദേശങ്ങളോ ഉപദേശ തത്വസംഹിതകളോ ഇരുന്നു കൊണ്ട് പറയുവാനോ ഉപദേശിക്കുവാനോ നേരിട്ട് കടന്നു വരുവാനോ കഴിയാത്ത ഈ മേഖലകളിൽ ഈ രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ദൈവവുമായി നിനക്ക് ഹൃദയാടുപ്പമുണ്ടോ എന്നുള്ളതാണ്. നിന്റെ സമസ്ത മേഖലകളും ഹൃദയത്തിലുമായി ഹൃദയാടുപ്പം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോട് പറയട്ടെ, നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വെളിപ്പാട് നിനക്ക് കാണുവാൻ വേണ്ടി കഴിയും. അവന്റെ വല്ലഭത്വത്തിന്റെ കരം നിനക്ക് കാണുവാൻ കഴിയും. എത്ര പേർ നിനക്കെതിരെ വെല്ലുവിളിച്ചാലും, എത്ര
പ്രതിസന്ധികൾ ഒന്നിനു പുറകെ നിന്റെ അകങ്ങളിൽ വന്നാലും ആ പ്രതിസന്ധികളുടെ മുകളിലൂടെ നിന്നെ കൈപിടിച്ച് നടത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ് എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ നീ ചിന്തിക്കപ്പെടണം, എന്റെ ദൈവമായി എനിക്കൊരു ഹൃദയ അടുപ്പമുണ്ടോ എന്നുള്ളതാണ്. യൂണിറ്റി ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ്. യേശു പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. യോഹന്നാന് സുവിശേഷം 17-ാം അധ്യായമാണ്. നിങ്ങൾ അത് വായിക്കപ്പെടണം. അത് വായിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, ഞാനും നീയും നമ്മൾ തമ്മിൽ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശിഷ്യഗണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവും ദൈവവും ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യഗണങ്ങളും ഒരുമിച്ച് ഒന്നാകണമെന്ന് യേശു പ്രാർത്ഥിക്കുകയാണ്. പറയട്ടെ, ഐക്യതയുണ്ടെങ്കിൽ, ഹൃദയടുപ്പമുണ്ടെങ്കിൽ, എന്റെ ദൈവമായി എനിക്കൊരു അഭേദ്യമായ ഐക്യതയുടെ ബന്ധമുണ്ടെങ്കിൽ, ഹൃദയടുപ്പമുണ്ടെങ്കിൽ, ഇന്ന് പെയ്തിറങ്ങുന്ന ഒരു മഹാമാരിയെ നമ്മളിൽ നിന്ന് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റുവാൻ കഴിയുകയില്ല. എത്ര ഭയാനകമായ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വന്നാലും നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യം വരികയില്ല. കാരണം നമ്മുടെ കരം പിടിക്കുന്ന, നമ്മെ കരം പിടിച്ച് നടത്തുന്ന, നമ്മെ ചേർത്ത് പിടിച്ച് നടത്തുന്ന, നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അപ്പൊ ഒരാൾക്ക് കൂടെ നടക്കണമെങ്കിൽ രണ്ടാമതായി ഉണ്ടാകേണ്ടത് യൂണിറ്റിയാണ്, ഐക്യതയാണ്, ഹൃദയ അടുപ്പമാണ്. മൂന്നാമതായി ഒരാളോടുകൂടെ നടക്കപ്പെടണമെങ്കിൽ, ദൈവത്തോടുകൂടെ നടക്കപ്പെടണമെങ്കിൽ മൂന്നാമതായി ഉണ്ടാകേണ്ടത് വിധേയത്വമാണ്. എന്താണ് വിധേയത്വം? വളരെ ലളിതമായ രീതിയിൽ അതിനെക്കുറിച്ച് പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് വിധേയത്വം? സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബഹുമാനമാണ് വിധേയത്വം എന്ന് പറയപ്പെടുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബഹുമാനം ഉണ്ടാകപ്പെടണം. പരസ്പരം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും കഴിയുകയില്ല. നിങ്ങൾ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു നോക്കൂ. കുടുംബജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കൂ. ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ പരസ്പരം ബഹുമാനപൂർവമായ ബഹുമാനമുണ്ടെങ്കിൽ മാത്രമേ അവിടെ വിധേയത്വം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. തെറ്റുകളില്ലാത്ത ആരുമില്ല, പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, പരാജയങ്ങളില്ലാത്ത ആരുമില്ല, പരിജ്ഞാനക്കേടില്ലാത്ത ആരുമില്ല. പലതും നമ്മുടെ ജീവിത മേഖലകളിൽ വരുമ്പോഴും ഒരു വിധേയത്വം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത് സന്തുഷ്ടകരമായി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ആ വിധേയത്വം എന്താണ്? സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബഹുമാനമാണ്. ദൈവത്തോടുകൂടെ നമുക്ക് നടക്കപ്പെടണമെങ്കിൽ ദൈവത്തെ ഭയമല്ല വേണ്ടത്, ദൈവത്തോടുള്ള സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ദൈവിക സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ബഹുമാനം ദൈവത്തോട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടുകൂടെ നടക്കുവാൻ വേണ്ടി കഴിയും. ദൈവത്തിന് നമ്മളോടുകൂടെ ഉണ്ടോ? ഉണ്ട്. ദൈവം നമ്മളെ സ്നേഹിച്ചതല്ലേ? കാൽവരി ക്രൂശിലെ സ്നേഹം. നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിലൂടെ കർത്താവ് നമ്മളെ ബഹുമാനിക്കുന്ന ബഹുമാനം എത്ര ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾക്കറിയുമോ? തിരുവചനം അങ്ങനെയല്ലേ പറയപ്പെടുന്നത്? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, ഞാൻ അവയെ, ആടുകളെ കുറിച്ച് പറയുക, ഞാൻ അവയെ എന്റെ ഉള്ളങ്കരത്തിൽ വഹിച്ചിരിക്കുന്നു. നോക്കൂ, നമ്മെ അവന്റെ വലങ്കരൽ ഉള്ളങ്കരത്തിൽ വഹിക്കുന്നു. അവന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുന്നു. അപ്പോൾ തമ്പുരാൻ നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹവും ആ ബഹുമാനവും എത്ര വലുതാണ്. നമുക്കും ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനത്തിനും അധിഷ്ഠിതമായി ഒരു വിധേയത്വം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോടുകൂടെ നടക്കുവാൻ വേണ്ടി കഴിയും. ഈ കോവിഡ് കാലത്തും ദൈവമക്കളെ ഒത്തിരി ചോദ്യചിഹ്നങ്ങളും ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി സംഘടനകളും വാഗ്വാദങ്ങളും ഒക്കെ നടക്കപ്പെടുമ്പോഴും നീ നിന്റെ ദൈവത്തെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകരുത്. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും നീ തയ്യാറാകുന്നുവെങ്കിൽ, അതിൽ അധിഷ്ഠിതമായി നീ ഒരു വിധേയപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിൽ സമർപ്പിതമാകുന്നുവെങ്കിൽ, പറയട്ടെ, നിന്നെ നടത്തുവാൻ ആ ദൈവം മതിയായവനാണ്. ആര് കൈവിട്ടാലും, ആര് ഉപേക്ഷിച്ചാലും, ആര് തള്ളിക്കളഞ്ഞാലും, ആരും നിന്നെ കരുതിയില്ലെങ്കിലും നിന്നെ കരുതുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ ആശ്ലേഷം ചെയ്യുവാൻ, നിന്നോട് സംസാരിക്കുവാൻ ആ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവനോടൊരു വിധേയത്വം ഈ രാത്രി ഞാനും നിങ്ങളും കാണിക്കേണ്ടതുണ്ട്. ദൈവത്തോട് നമുക്ക് വിധേയത്വമുണ്ടെങ്കിൽ നമുക്ക് കൂടെ നടക്കുവാൻ വേണ്ടി കഴിയും. ഒരിക്കലും ഒരാൾക്കും
വിധേയത്വമില്ലെങ്കിൽ, പരസ്പര വിധേയത്വമില്ലെങ്കിൽ ഒരു യാത്ര തുടരുവാൻ നമുക്ക് കഴിയുകയില്ല. അതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, തെറ്റിപ്പിരിയൽ ഉണ്ടാകാം, രണ്ടും രണ്ട് സൈഡിലേക്ക് മാറി എന്നൊക്കെ വരാം. എന്നാൽ പറയട്ടെ, ഒരു ബഹുമാനം ദൈവത്തോടുണ്ടാകട്ടെ, സ്നേഹത്തിലുള്ള ബഹുമാനം, ഒരു വിധേയത്വം നമുക്കുണ്ടാകണം. ആ വിധേയത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ദൈവത്തോടു കൂടെ നമുക്ക് നടക്കുവാൻ വേണ്ടി കഴിയും. നാലാമതായി കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാലാമതായി ദൈവത്തോടുകൂടെ നടക്കപ്പെടണമെങ്കിൽ ഉണ്ടാകേണ്ടത് ആശ്രയമാണ്. ആശ്രയം, ട്രസ്റ്റ്. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക, ആശ്രയിക്കുക എന്നുള്ളതാണ്. എന്താണ് ആശ്രയത്തിന്റെ ശരിയായ അർത്ഥം എന്നുള്ളത് വളരെ ലളിതമായ രീതിയിൽ തന്നെ പറയട്ടെ. ഞാൻ എപ്പോഴും അതിന് പറയുന്ന ലളിതമായ ഒരു പദപ്രയോഗമുണ്ട്. കുരങ്ങിനെയും തള്ളക്കുരങ്ങിനെയും കൊച്ചു കുരങ്ങിനെയും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കപ്പെടണം. അവിടെ അതിനെയാണ് ആശ്രയത്തിന്റെ വളരെ വ്യക്തമായ ചിത്രം അവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മുകളിൽ ഒരു തള്ളക്കുഞ്ഞും ഒരു കൊച്ചു കുഞ്ഞും ഇരിക്കുന്നു എന്ന് കരുതുക, കാണുക, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു വേട്ടക്കാരൻ അതിനെ വെടിവെക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഉപദ്രവിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നു എന്ന്, വെടിവെച്ച് വീഴ്ത്തുവാൻ തയ്യാറാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ ആ തള്ളക്കുരങ്ങൻ ചെയ്യപ്പെടുന്നത് ആ കൊച്ചു കുരങ്ങനെ അതിന്റെ കൈ കൊണ്ടെടുത്ത് അതിന്റെ മാർവോട് ചേർത്ത് വെക്കും. അതിന്റെ മാർവോട് ചേർത്ത് വെക്കപ്പെടുമ്പോൾ ആ കൊച്ചു കുരങ്ങ് അതിന്റെ രണ്ട് കൈ കൊണ്ടും രണ്ട് കാലുകൊണ്ടും അതിന്റെ മാർവിൽ അത് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അള്ളിപ്പിടിച്ച് ഇരുന്ന ഉടനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ തള്ളക്കുരങ്ങൻ ആ മരത്തിൽ നിന്ന് മറ്റേ ഒരു മരത്തിലേക്ക് ചാടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മരത്തിൽ നിന്ന് മറ്റു മരത്തിലേക്ക് ചാടുമ്പോൾ ഒരിക്കലും തള്ളക്കുരങ്ങന്റെ കൈ ആ കൊച്ചു കുരങ്ങന്റെ ദേഹത്തിൽ ഇല്ല. കൊച്ചു കുരങ്ങനാണ് തള്ളക്കുരങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക്, ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക് ചാടുകയാണ്. ഒത്തിരി ദൂരം ചാടി പോകുമ്പോൾ കുഞ്ഞു കുരങ്ങന്റെ ആ കൈകൾ ഒന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ, കൈ വിടുന്നു എന്ന് തള്ളക്കുരങ്ങനെ മനസ്സിലായാൽ വീണ്ടും ഒന്ന് ചേർത്ത് വെക്കുകയാണ്. പറയട്ടെ, ഇതാണ് ശരിയായ ആശ്രയം. നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ ചേറ്റിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ പിടിച്ച് കരകയറ്റി സ്ഥിരമായ ഒരു പാറമേൽ നിർത്തിയ ഇനി നമ്മുടെ ദൗത്യമാണ് അവനിൽ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളത്. നമ്മുടെ രണ്ട് കരങ്ങൾ പിടിച്ചുകൊണ്ട് അവനിൽ മാർവോട് ചേർന്ന് ആശ്രയിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവമക്കളോട് പറയട്ടെ, നിന്നെ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുന്ന മേഖലകളിൽ ആ തമ്പുരാൻ നിന്നെ എത്തിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. ഒരു കാര്യം, നമ്മുടെ കരം അവന്റെ മാർവിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ? നമ്മുടെ കരം അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ആശ്രയം ദൈവത്തിൽ നിന്ന് പണത്തിലേക്കായി മാറ്റപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ആശ്രയം നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ആശ്രയം നമ്മുടെ ആരോഗ്യത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ആശ്രയം നമുക്ക് ലഭിച്ച ഭൗതികതയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ രാത്രി സ്വയം പരിശോധന ചെയ്യണം. ഈ കോവിഡ് കാലം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും ഒന്നിലും ആശ്രയിക്കുവാൻ കഴിയുകയില്ല എന്ന് ഈ കോവിഡ് കാലം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിയോഗത്തോടെ വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയട്ടെ, നമുക്ക് ആശ്രയിക്കുവാൻ ഏത് കാലത്തും ഏത് നേരത്തും ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ആശ്രയിക്കുവാൻ ഒരാളെ നമുക്കുള്ളൂ. അത് സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവം മാത്രമാണ്. അവനിൽ നമുക്ക് ആശ്രയിക്കാം. നിന്റെ പ്രതിസന്ധികളിൽ അവനെ ആശ്രയിക്കാം. നിന്റെ രോഗശൈലിയിൽ അവനെ ആശ്രയിക്കാം. നിന്റെ ഏകാന്തതകളിൽ അവനെ ആശ്രയിക്കാം. നിന്റെ ആശങ്കകളിൽ അവനെ ആശ്രയിക്കാം. അവൻ നിന്നെ കൈവിടുകയില്ല കേട്ടോ. ഒരു ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും നിന്നെ വലിച്ചെറിയുന്നവനല്ല, നിന്നെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എങ്കിൽ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, നിന്റെ ആശ്രയം എവിടെയാണ് എന്ന് ഇന്ന് രാത്രി ഒരു പുനഃപരിശോധന ചെയ്യപ്പെടേണ്ടതുണ്ട്. നീ എവിടെ ആശ്രയിക്കുന്നു? ഈ കോവിഡ് കാലത്തിലും നിനക്ക് പറയാൻ കഴിയണം, ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോടുകൂടെ നടന്നു നീങ്ങുവാൻ കഴിയും. ആശ്രയത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, സങ്കീർത്തനത്തിലൂടെ പറയും, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. തിരുവചനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്.